ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ക്ലബ് അംഗങ്ങളെ, നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ FC ക്ലബിന്റെ ഈ മനോഹരമായ ഒത്തുചേരൽ നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ FC ക്ലബിന്റെ ഈ മനോഹരമായ ഒത്തുചേരലിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുക. ആദ്യമായി ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ക്ലബിന്റെ വൈസ് പ്രസിഡന്റായ പ്രിയപ്പെട്ട നജീബ് വാപ്പൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന മലപ്പുറം പോലീസ് സ്റ്റേഷനിലെ ASI ബഹുമാനപ്പെട്ട നിസാർ സാറാണ്. നമ്മളോടുള്ള സ്നേഹം മുൻനിർത്തി ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ നിസാർ സാറിനെ നിങ്ങൾ എല്ലാവരുടെയും പേരിലും വളരെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ നാട്ടിലെ കുട്ടികളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കളിയിലും കാര്യത്തിലും ഒരുപോലെ മുന്നിൽ നിൽക്കുന്ന നാടിന്റെ ജീവനും ഊർജവുമായ ഒരു കൂട്ടം കുട്ടികളാണ് നമ്മുടെ കരുത്ത്. എന്ത് കാര്യത്തിനും ഒരൊറ്റ മനസ്സോടെ മുന്നിട്ടിറങ്ങുന്ന ഇവരുടെ കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് ഇന്നത്തെ ഈ കൂട്ടായ്മ ഇത്രയും ഉഷാറാക്കാൻ കാരണം. നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും നിറഞ്ഞ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് വരവേൽക്കുന്നു. ആദരവർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട വാഹിദ് പി അവറുകളാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായ മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ഇരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെയും മെമ്മന്റോ സ്വീകരിക്കുന്നവരെയും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച നമ്മുടെ ക്ലബ് അംഗങ്ങളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിലേക്ക് സ്വാഗതം അർപ്പിച്ച യാസർ മങ്കരത്തൊടി, നമ്മുടെ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഉദ്ഘാടനം ചെയ്യാനുള്ള നമ്മളുടെ വിശിഷ്ട അതിഥി നിസാർ സാർ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്ന നമ്മളുടെ മുൻ പോലീസ് ഓഫീസർ റഷീദ് സാർ, മുൻ ഗ്രാമീണ ബാങ്ക് മാനേജർ മോഹനേട്ടൻ, നമ്മളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ വാഹിദ്, അതുപോലെ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. കൂടുതൽ നീട്ടിയാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളുടെ ക്ലാസ് എടുക്കാനുള്ള നമ്മളുടെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും എന്റെ സഹപാഠിയും എന്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്സിൽ പഠിച്ച ഓഫീസറാണ് നമ്മളുടെ പ്രിയപ്പെട്ട നിസാർ സാർ. ആയതുകൊണ്ട് നമ്മളുടെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി നിസാർ സാറിനെ ക്ഷണിച്ചു. FC പടിഞ്ഞാറുമണ്ണ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ആശംസിച്ച ശ്രീ യാസർ, അതുപോലെ തന്നെ ഈ ക്ലബിന്റെ അധ്യക്ഷനും എന്റെ കൂട്ടുകാരനും സഹപാഠിയും ഒക്കെ ആയിട്ടുള്ള നജീബ് വാപ്പൻ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ലബിന്റെ പ്രസിഡന്റായിട്ടുള്ള താജു, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഗുരു തുല്യനായിട്ടുള്ള എന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന ഒന്നിച്ചു വർക്ക് ചെയ്തിരുന്ന പ്രിയപ്പെട്ട റഷീദ് സാറ്, അതുപോലെ തന്നെ മോഹനേട്ടൻ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ വാഹിദ്, സദസ്സിലിരിക്കുന്ന ഞാൻ പലപ്പോഴും കണ്ട് പരിചയമുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് എന്നെ നജീബും അതുപോലെ തന്നെ താജും പിന്നെ റഷീദ് സാറൊക്കെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൽ പങ്കെടുക്കണം. കാരണം ഈ FC പടിഞ്ഞാറുമണ്ണയുടെ പല പ്രവർത്തനങ്ങളും ഞാൻ കാണുന്നതാണ്. അതുപോലെ തന്നെ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പടിഞ്ഞാറുമണ്ണ പലപ്പോഴും നടത്തുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, അതല്ലെങ്കിൽ ആർട്സ് സ്പോർട്സ് രംഗത്തും ഒക്കെ എല്ലാ മേഖലയിലും ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ളത് പലപ്പോഴും പന്തളി, ഫുട്ബോള്, ക്രിക്കറ്റ് ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് കേൾക്കാറ്. എന്നാൽ ചാരിറ്റി ഉൾപ്പെടെ ഉള്ള ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കുട്ടികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇത്ര മികവുറ്റ രീതിയിൽ ഒരു അവാർഡ് ദാനം സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമാണ്. ഞാനും ഒരു ക്ലബ്ബുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. എന്റെ സ്വദേശം അരിപ്രയാണ്.
അരിപ്രയിലെ ഫീനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു ഭാരവാഹി കൂടിയാണ് ഞാൻ. ഞങ്ങളും ഇത്തരത്തിലുള്ള അവാർഡ് ദാനം അതല്ലെങ്കിൽ കുട്ടികളെ മികവുറ്റ കുട്ടികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര വലിയൊരു ഉപഹാരം കൊടുക്കാൻ കഴിയാറില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വലിയ പണം മുടക്കി കുട്ടികൾക്ക് അത്രയും നിങ്ങളെ ഈ ക്ലബ്ബ് അല്ലെങ്കിൽ ഈ നാട് അത്തരത്തിൽ വലിയ രീതിയിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ട്രോഫികൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഭാഗ്യം ചെയ്തവരാണ് ഈ കുട്ടികളൊക്കെ. കാരണം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളും അന്തരീക്ഷവും ഒക്കെ ഇപ്പൊ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കള്, അതുപോലെ തന്നെ നമ്മുടെ നാട്, അതുപോലെ തന്നെ നമ്മൾ മുതിർന്ന ആളുകൾ, പിന്നെ അതിനൊക്കെ അപ്പുറത്ത് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ നമ്മളെ പിന്തുണക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള SSLC പരീക്ഷ ആവട്ടെ, +2 പരീക്ഷ ആവട്ടെ, ഇനി അതല്ലെങ്കിൽ SSLC USS പോലുള്ള പരീക്ഷകളിലൊക്കെ നമുക്ക് വലിയ വിജയം നേടുന്നതിന് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിന് തോന്നും. കാരണം ഇത്തരത്തിലൊക്കെ ജയിച്ചു വരുന്ന എനിക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാമുകളിൽ പോയിട്ട് ഉപഹാരം വാങ്ങിക്കാനൊക്കെ കഴിയും എന്നുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഇതിന് മുൻപത്തെ ഒരു ജനറേഷന്, ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നജീബൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ SLC പാസ്സായി എന്നിങ്ങനെ ചിലപ്പോൾ ചോദിക്കുന്നവരൊക്കെ അറിയും എന്നല്ലാതെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു അവാർഡ് ദാനങ്ങളോ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമൊന്നും ആയിരുന്നില്ല അന്ന്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ കുട്ടികൾ അതാണ് പറഞ്ഞത്, വളരെ ഭാഗ്യം ചെയ്തവരാണ്, പഠിക്കാനുള്ള വലിയ അവസരങ്ങളുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കുറച്ച് വൈകിയത്, ഇന്ന് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ പല കുട്ടികളും അറ്റൻഡ് ചെയ്തതായിരിക്കും. ഇന്ന് നീറ്റ് എക്സാം ആണ്. ഒരു പ്രാവശ്യം മുൻപ് നടത്തി, അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി. രണ്ടാമത്തെ എക്സാം ആയിരുന്നു നടന്നിരുന്നത്. MSP സ്കൂളിലായിരുന്നു ഡ്യൂട്ടി. അത് കഴിഞ്ഞ് വരാൻ കുറച്ച് വൈകിയാണ്. ജീവനോടൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ തുടങ്ങിക്കൊണ്ടു എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ എന്നെ വെയിറ്റ് ചെയ്തില്ല, ഇത്തരത്തിൽ എന്നെ കാത്തു നിന്നില്ല, അല്ലെങ്കിൽ അതിലേറെ FC പടിഞ്ഞാറുമണ്ണ ഇത്തരത്തിലുള്ള നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് അതിന്റെ സംഘാടകരെയും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ആളുകളെയൊക്കെ ഞാൻ ഈ വേളയിൽ ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പോ സമൂഹത്തിൽ വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുള്ള ലഹരി വ്യാപനം, അതിന്റെ വേരറക്കുന്നതിനു വേണ്ടിയിട്ട് കേരള സർക്കാർ, കേരള പോലീസ്, എക്സൈസ് ഒക്കെ ഉൾപ്പെടെയുള്ള രീതിയിൽ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്നുള്ള പേരിൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷനുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയിലൊക്കെ വലിയ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യാപനത്തെ തടയുന്നതിനു വേണ്ടിയിട്ട്, അതിന്റെ വേരറക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെയും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള യുവജന കൂട്ടായ്മ ക്ലബ്ബുകളുടെയും ഒക്കെ സഹകരണത്തോട് കൂടിയിട്ട് വളരെ വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷങ്ങളായിട്ട് പോലീസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് പ്രത്യേക ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് സർക്കാരും കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് നല്ല രീതിയിലാണ് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്തായിരുന്നാലും മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു 4 വർഷത്തോളം ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക്, അതിന്റെ മുൻപും റഷീദ് സാറൊക്കെ കൂടെ ഈ മലപ്പുറത്ത് വർക്ക് ചെയ്തിട്ടും ഈ ഒരു ഭാഗത്തു നിന്നും, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്പൊ നമ്മൾ കേൾക്കുന്ന കഞ്ചാവ്, അതല്ലെങ്കിൽ MDMA എന്നുള്ള തരത്തിലൊന്നും ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഒരാളെ പിടിക്കുകയോ, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ആളുകൾ അത് ഉപയോഗിച്ചു എന്നുള്ളത്, ഉപയോഗിക്കുന്നുണ്ട് എന്നോ, അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നുണ്ട് എന്നോ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊന്നും നമുക്ക് ഇതുവരെ ഒരു തരത്തിലും ഒരു വിവരങ്ങൾ കിട്ടുകയോ, അതല്ലെങ്കിൽ ഇവിടെയൊന്നും വന്ന് അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കേസോ അതല്ലെങ്കിൽ എന്തെങ്കിലും റെയ്ഡോ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ്. കാരണം ഇവിടുത്തെ ആളുകൾ ഇത്രയും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വിദ്യാഭ്യാസ നിലവാരത്തിലാണെന്നുണ്ടെങ്കിലും ബാക്കി സാമൂഹ്യ ചുറ്റുപാടിലൊക്കെ ഈ ഒരു ഏരിയ വളരെ നല്ല ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ട് ഇവിടെ, അവരൊക്കെ കൃത്യമായിട്ട് യുവതലമുറയെ ഉൾപ്പെടെ നോക്കുന്നതും വാച്ച് ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റഷീദ് സാർ, അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠനൊക്കെ മിലിറ്ററി സർവീസിലൊക്കെ ഉണ്ടായിരുന്നു വെക്കണം. അപ്പൊ അത്തരത്തിൽ അതൊക്കെ ഒരു നാടിനെ വളരെയധികം സ്വാധീനിക്കും. നമ്മൾ എത്തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വളരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവത്തെ ആയിട്ട് നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾക്കൊക്കെ വളരെ വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവാണ്. ഇത്തരത്തിലുള്ള ക്ലബ്ബും അതിന് നല്ല രീതിയിൽ ചുക്കാൻ പിടിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ക്ലബ്ബുകൾക്ക് ഇത്തരത്തിലുള്ള ഈ കാര്യത്തിൽ, ഈ യുവതലമുറയുടെ ഒക്കെ കാര്യത്തിൽ അവർ പ്രത്യേകിച്ച് ഒരു വഴി തെറ്റിപ്പോകാതിരിക്കുന്നതിനും നല്ല രീതിയിൽ അവരെ റൂട്ട് ചെയ്യുന്നതിനൊക്കെ യുവജന കൂട്ടായ്മകൾക്ക്, ക്ലബ്ബുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിപ്പോ ഇത്തരത്തിലൊരു ക്ലബ്ബോ ഒരു കൂട്ടായ്മയോ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വളർന്നു വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കള്
അവർ മറ്റ് മേഖലകളിലേക്ക് അങ്ങനെ പോകും. ഒരു പക്ഷെ വേറെ വഴിതിരിഞ്ഞ് വേറെ ഗ്യാങ്ങുകളിലേക്ക് അല്ലെങ്കിൽ വേറെ മേഖലയിലേക്ക് പോകുന്നതോടുകൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം വഴിതെറ്റി നടക്കുന്ന ആളുകൾക്ക് അവരെ പിടികൂടുന്നതിന് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട റാക്കറ്റുകളിൽ അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം വളരെ വലുതാണ്. അപ്പൊ ഒരു യുവജന കൂട്ടായ്മ ഒരു ക്ലബ്ബും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്ലബ്ബുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, അതിന്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നാട്ടിലെ ഒരു യുവതലമുറയെ നേരായ വഴിക്ക് നയിക്കുന്നതിന് തീർത്തും അത് വളരെ ഗുണകരമാണ്. എന്തായിരുന്നാലും എല്ലാവിധ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇന്ന് ഇവിടെ പ്രത്യേക അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും SLC +2 ജേതാക്കളായിട്ടുള്ള എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളൊക്കെ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഒന്ന് കണ്ടിട്ടുണ്ടാവുന്ന ഫാദേഴ്സ് ഡേ ആണ്. അത്തരം ഒരു ഉപ്പമാരെ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ പ്രത്യേകം ഓർക്കുന്നതിന് ഒരു പ്രത്യേക ദിവസം വേണോ എന്നുള്ളതൊക്കെ ഒരു മറ്റൊരു കാര്യം. എന്നാലും ഒരു ദിവസം ഉണ്ടായിക്കോട്ടെ. അപ്പൊ ഇന്ന് ഉപ്പമാരെ അച്ഛന്മാരെ ഒക്കെ സ്മരിക്കുന്ന, അവരെ സ്നേഹിക്കുന്നതിനുള്ള പ്രത്യേക ദിവസമാണ് ഫാദേഴ്സ് ഡേ. ഒരുപക്ഷെ ഇതിലിരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ പ്രചോദനമായിട്ടുണ്ടാവുക, അവർക്കൊന്നും ലഭിക്കാത്ത സാഹചര്യങ്ങൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുക്കി തന്ന ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളായിരിക്കും. നിങ്ങളുടെ ഇത്തരത്തിലുള്ള വലിയ വിജയങ്ങൾക്കൊക്കെ അവരായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച FC പടിഞ്ഞാറമണ്ണയുടെ മുഴുവൻ അതിന്റെ ഭാരവാഹികളെയും പ്രത്യേകിച്ച് എന്റെ സുഹൃത്തും സഹപാഠിയും ഒക്കെ ആയിട്ടുള്ള നജീബിനെ ഉൾപ്പെടെ എല്ലാവരെയും ഒരിക്കൽ കൂടി എന്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. ആദരണീയായ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനിയായ ഉദ്ഘാടനം ചെയ്യും സാർ, ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്ത് റഷീദ്, മറ്റ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ. കാരണം നമ്മുടെ നാട്ടിലെ അഭിമാന താരങ്ങളായി മാറിയ നിങ്ങളുടെ മുമ്പിൽ പഴയ ഒരു SLC-ക്കാരൻ ഒരു കാലത്ത്, പഴയ SLC അല്ല, ഞങ്ങൾ ആലോചിക്കുന്ന ബഹുമാനപ്പെട്ട ഉദ്ഘാടകം പറഞ്ഞപ്പോ പണ്ട് SSLC പരീക്ഷ പാസ്സാവുക എന്ന് പറഞ്ഞ വലിയ സംഭവമായിരുന്നു. SLCക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ IAS കിട്ടുന്ന രീതിയിലാണെന്ന് ആഘോഷിച്ചത്. അത്ര വലിയ സംഭവമാണ്. ഇന്ന് ആ രീതി മാറിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ SLC കഴിഞ്ഞു, പിന്നെ ഡിഗ്രി എടുത്തു. പണ്ടൊക്കെ ഡിഗ്രി ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയാണ്. എന്നാ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അന്നൊന്നും നമ്മളെ ഈ പഠിക്കുന്ന കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ, ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാനും അതിന് പിന്തുണ നൽകി ഉപരിപഠനത്തിന് പ്രേരിപ്പിക്കാൻ പറ്റിയ സാഹചര്യമല്ല നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടായിരുന്നു. എനിക്ക് വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു എങ്കിലും ഇന്ന് അതല്ല സാഹചര്യം. പണ്ടെന്താ വെച്ചാൽ നമ്മളെ കൂടെ പഠിച്ച പല ആളുകൾക്കും തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം. കാരണം സാമ്പത്തികമായി ഒട്ടേറെ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഈ രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇന്ന് മറിച്ചാ സ്ഥിതി. ഇന്ന് രക്ഷിതാക്കൾക്ക് കഴിവില്ലെങ്കിൽ പോലും, അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തന്റെ മക്കളെ എങ്ങനെയെങ്കിലും ഏതു വിധേനെങ്കിലും പഠിപ്പിച്ച് നിലയിൽ എത്തിക്കണമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു സമൂഹമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഏത് പഠനത്തിനായാലും അതിന് പറ്റിയ സാമ്പത്തിക സഹായം നൽകാൻ പറ്റിയ ഏജൻസികളടക്കം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. നന്നായി നല്ലൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കാൻ പറ്റിയ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പാസ്സായിട്ട് SLC പാസ്സായ, +2 പാസ്സായ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, LSS ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഇപ്പോ ഏറ്റവും നല്ല വിജയം നേടിയിട്ടുണ്ട്. പക്ഷെ ഈ വിജയത്തോടുകൂടി നിങ്ങളെ പണി ഇനി തുടങ്ങാൻ പോവാണ്. ഇനിയാണ് വലിയ പണി നിങ്ങൾ ചെയ്യാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതി നിർണ്ണയിക്കുന്ന സമയമാണ് SLC and +2. ഇനിയാണ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്. ഒരു ശ്രദ്ധ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ ഭാവി തന്നെ അപകടത്തിലേക്കായി പോകുന്ന ഒരു സാഹചര്യമുള്ള ഒരു പ്രത്യേക പ്രായത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ ഉദ്ഘാടകൻ പോലീസ് ഓഫീസറോട് സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത്ര ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയും നിങ്ങളുടെ ശരിയായ പാത ഏതെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുക. എന്ത് തരത്തിൽ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത ബാങ്ക് മാനേജറായിട്ട് എനിക്കറിയാം, എന്റെ മുമ്പിൽ വന്നു നിന്നിട്ടുള്ള ഉപരിപഠനത്തിന് MBBS ആയാലും ശരി, എഞ്ചിനീയറിംഗിനായാലും ശരി,
വായ്പ ലഭിക്കാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ പല ആളുകളും വളരെ പ്രതീക്ഷയോടെ വരുന്നത്. നമ്മൾ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഞാനൊക്കെ ആ കുട്ടിയെ ലോൺ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം കൊടുത്ത്, കാരണം നല്ലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കൂടി അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം. അപ്പൊ അത്തരത്തിൽ നിങ്ങളെയൊക്കെ സഹായിക്കാൻ പറ്റിയ സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ FC ക്ലബിനെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും, ഏത് സംശയം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സമീപിച്ചുകൊണ്ട് നിങ്ങളെ സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ ഒരു പറ്റം ആളുകൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നൊരു തിരിച്ചറിവോടുകൂടി നല്ല രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് ഒരിക്കലും വഴി തെറ്റാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മുടെ നാടിനും നിങ്ങളുടെ വീടിനും കുടുംബത്തിനും ഒക്കെ തന്നെ ഐശ്വര്യമായ ഒരു ഭാവി ജീവിതം ഉണ്ടാകാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. അത് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ച FC ക്ലബിനെ അതിന്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ നജീബ്, ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച് സംസാരിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നിസാർ സാർ, ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച മോഹനേട്ടൻ, ഇവിടെ സംസാരിക്കാനുള്ള യാസർ, അതുപോലെ തന്നെ രക്ഷിതാക്ക, പ്രിയപ്പെട്ട നാട്ടുകാരെ, നല്ലവരായ വിദ്യാർത്ഥിനികളെ, ഏറ്റവും നല്ല ഒരു സന്തോഷ മുദിനത്തിലാണ് നമ്മൾ ഇന്നലെ ഓരോരുത്തരും കൂടിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ പടിഞ്ഞാറമണ്ണയുടെ പഴയകാല ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും വേറിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് LSS, USS, അതുപോലെ തന്നെ SSLC +2 റിസൾട്ട്. അപ്പൊ വരും വർഷം കാലങ്ങളിൽ ഇതിലും മികച്ച വിജയങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ വിജയം നേടിയ കുട്ടികൾ അവരുടെ തുടർ പഠനം എത്തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും പ്രത്യേകം ശ്രദ്ധ ഏൽപ്പിക്കണം. ഓരോ നാട്ടുകളിലും ഇപ്പോ ഇവിടെ സംസാരിച്ച പോലെ എണ്ണി പറയാവുന്ന രൂപത്തിലേക്ക് വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫഷണലിസം മാറുന്ന കാലഘട്ടമാണ്. IAS, IPS, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എന്ന നിലയിലേക്ക് കുതിച്ചുചാട്ടം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ അതിന് മികച്ച പ്രതിഭകൾ നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഉയരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രയാണത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഈ പരിപാടിക്ക് ഞാനടക്കം ഉൾപ്പെടുന്ന FC പടിഞ്ഞാറമണ്ണയുടെ ഭാഗമായി ഈ പരിപാടിയിൽ സംവദിക്കാൻ അവസരം ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അധ്യക്ഷസ്ഥാനം ആരംഭിച്ച നജീബ്, അതുപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ഉദ്ഘാടനം ചെയ്ത എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ASI നിസാർ സാർ, ബാങ്ക് മാനേജർ മോഹൻജി, പ്രിയ മെമ്പർ വാഹിദ്, മറ്റ് വേദിയിൽ സദസ്സിലിരിക്കുന്ന മാൽവ്യക്തിത്വങ്ങളെ, പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. FC പടിഞ്ഞാറമണ്ണ ക്ലബ്ബ് എന്നിവിടെ സംഘടിപ്പിച്ച LSS, USS, SSLC +2 കുട്ടികളെ അനുമോദിക്കുന്ന നല്ലൊരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളേവരും ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് കുട്ടികളോടായി പറയാനുള്ളത്, നമ്മുടെ LSS നേടിയ കുട്ടികളായാലും USS നേടിയ കുട്ടികളായാലും SSLC +2 നേടിയ കുട്ടികളായാലും നമ്മളിപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഒരു ചെറിയ ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഞങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും. പണ്ട് സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലങ്ങളൊക്കെ ജോലി ചെയ്തിട്ടായിരുന്നു ഞാനൊക്കെ പഠിച്ച് ജോലിയിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ആ ചുറ്റുപാടിലല്ല. ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ തന്നെ സാമ്പത്തികമായിട്ടും പരമായിട്ട് ഏത് നിലയിലും എത്താൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക ശേഷി ഇപ്പം എല്ലാ ആളുകൾക്കുമുണ്ട്. പഠിക്കാനുള്ള സൗകര്യവും പണ്ടത്തെ കാലങ്ങളിൽ കോളേജിലൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കോളേജുകളും പല മേഖലകളിലും ജോലി സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനം നടത്താൻ സൗകര്യമുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും പഠിച്ച് മുന്നോട്ട് പോയി
നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സിവിൽ പരീക്ഷ എഴുതി IAS, IPS, IFS പോലുള്ള ഉയർന്ന മേഖലയിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെടാൻ ശ്രമിക്കണം. അതിന്റെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അതിനുള്ള താല്പര്യം കാണിച്ച് അതിനുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ പറയാനുള്ളത്, നമ്മുടെ സർക്കാർ മേഖലകളിൽ ഈ പഠിച്ചു വരുന്ന കുട്ടികൾ ഇപ്പൊ നമ്മളെ ഭാഗത്തിന്റെ സർക്കാർ മേഖലകളിലൊക്കെ കുട്ടികളിൽ പുതിയ ആളുകളൊന്നും തലമുറകളൊന്നും ഇപ്പോ കാണുന്നില്ല. എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പറയാനുള്ള എന്താ, സർക്കാർ ജോലിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രമം നടത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് കൂടുതലായി പറയാനുള്ളത്. ഇപ്പോ ഒരു സാധാരണ ഒരു പോലീസുകാരനായിട്ട് ചേരുകയാണെങ്കിൽ തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ റിട്ടയർഡ് ആകാൻ പറ്റും, CI റാങ്കിൽ സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡ് ആകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു LD ക്ലർക്കായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഡെപ്യൂട്ടി കളക്ടർ, ചിലപ്പോൾ IAS കിട്ടുകയാണെങ്കിൽ കളക്ടർ വരെ ആകാൻ പറ്റും. അതുപോലെ അങ്ങനെയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മുടെ FC പടിഞ്ഞാറമണ്ണ ക്ലബ്ബ് പല മേഖലകളിലും ആതുര മേഖലകളിലാണെങ്കിലും വിദ്യാഭ്യാസ പഠന കലാകായിക രംഗങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്ന നമ്മുടെ FC പടിഞ്ഞാറമണ്ണ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആവശ്യപ്പെടുന്നു. നമസ്കാരം. നമ്മുടെ FC പടിഞ്ഞാറമണ്ണ ക്ലബ്ബ് ഇന്ന് നമ്മുടെ വാഴക്കാട്ടിരിയിൽ വെച്ച് ഒരു അപകടം നടന്ന ഒരു സഹോദരന് വേണ്ടി പിരിവ് നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ സംഖ്യ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ FC പടിഞ്ഞാറമണ്ണ ചെയ്ത ഈ ഒരു കാര്യം ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും എന്ന് എനിക്കറിയാം. പക്ഷേ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് FC പടിഞ്ഞാറമണ്ണ വേദിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. 4 ദിവസം മുമ്പ് വായക്കാട്ടിൽ ഒരു വ്യക്തി ആക്സിഡന്റായി 5 ഓപ്പറേഷൻ വരെ വരേണ്ട സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്താണ് നമ്മുടെ റഷീദാക്ക FC പടിഞ്ഞാറമണ്ണ ടീമുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അവർ വളരെ ആവേശത്തോടു കൂടി ഈ ഒരു പദ്ധതി ഏറ്റെടുക്കുകയും ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു കയ്യിന്റെ പരമാവധി താങ്ങായി നിൽക്കുകയും ചെയ്ത FC പടിഞ്ഞാറമണ്ണക്ക് വായക്കാട്ടർ പ്രവൃത്തി സമിതിയുടെ വകയായി മനസ്സറിഞ്ഞ് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിറഞ്ഞ ഉദ്ഘാടകനായിട്ടുള്ള SI നിസാർ സാർ ഞങ്ങളുടെ ഇളയ ക്ഷണം സ്വീകരിച്ചാണ് നമുക്ക് എത്തിയുള്ളത്. പ്രിയപ്പെട്ട നമ്മുടെ വാപ്പന്റെ ഒറ്റ സുഹൃത്തും കൂടിയാണ്. നമ്മളൊരു പരിപാടി ജസ്റ്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, അപ്പോഴേക്കും ഞാൻ റെഡിയാണ്, നിങ്ങളുടെ പരിപാടിയാണ്, ഞാൻ എന്തായാലും ഉണ്ടാവും കൊണ്ട് നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 മോട്ടിവേഷനുകൾ കൂടി സംസാരിച്ച അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും തീരില്ല. ഇനിയും അടുത്ത പ്രാവശ്യം കൂടി നമുക്കൊരു കുറച്ചും കൂടി സമയം കിട്ടാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ നമുക്ക് ക്ഷണിച്ചുകൊണ്ട് വലിയൊരു ക്ലാസ് കൂടി നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നോക്കാന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് ഒരു സർക്കാരിന്റെ പദ്ധതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു നിശ്ചിത സമയം കൊടുത്തുകൊണ്ട് 1 മണിക്കൂർ അതിലധികമായ സമയം കൊടുത്തുകൊണ്ട് നമുക്ക് വലിയൊരു ക്ലാസ് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പരിപാടിക്ക് ഉദ്ഘാടനമായിട്ട് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിപാടിക്ക് ആശംസ അർപ്പിച്ച രക്ഷിതാക്ക മോഹനേട്ടൻ, നമ്മുടെ മെമ്പർ ക്ലബിന്റെ ഭാരവാഹിയായിട്ടുള്ള വാഹിദ്, എല്ലാവർക്കും നന്ദി അറിയിക്കണം. അധ്യക്ഷനായിട്ടുള്ളതുകൊണ്ടും മറ്റുള്ള പരിപാടികൾക്ക് ക്ലബിന്റെ ഭാരവാഹികളായ എല്ലാവർക്കും, എന്റെ മുന്നിലെത്തുന്ന ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, രക്ഷിതാക്കൾക്ക്, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക്, SSLC, +2, LSS നിറഞ്ഞ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും